ഒരു സമയത്ത് ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളും പ്രതികൂലങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അളവില്ല എന്ന് വെച്ചാൽ അത്രയും അനുഭവിച്ചിട്ടുണ്ട്. ഒരു ജീവിതം അനുഭവിക്കാനുള്ളത് മുഴുവനും ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ അമ്മയും. ഞങ്ങൾ ഇടുക്കിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാട്, ഒരുപാട് കണ്ണുനീര്. അന്നൊന്നും നമ്മളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ഞങ്ങളറിയാതെ, കർത്താവിനെ ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ ഞങ്ങളറിയാതെ കർത്താവ് ഞങ്ങളെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ ഒരു കരം ഞങ്ങളുടെ പുറകെ എപ്പോഴും ഉണ്ടായിരുന്നു. കർത്താവ് ഞങ്ങളെ പല വഴിയിലൂടെ കർത്താവ് തൊട്ടുകൊണ്ടിരുന്നു. അപ്പം കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാനല്ല നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനത്രേ നിങ്ങളെ തിരഞ്ഞെടുത്തെന്ന്. അപ്പം കർത്താവിനറിയാം ആരെ എങ്ങനെ തിരഞ്ഞെടുക്കണം നമ്മളെന്ന്. അപ്പം നമ്മൾ അമ്മയുടെ ഉദരത്തിൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോഴേ കർത്താവിനെ കണ്ടു. അതുകൊണ്ടായിരിക്കാം കർത്താവിൻ്റെ ഒരു കരം, ഒരു അദൃശ്യ കരം എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അതുപോലെ എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളിലുണ്ടായിരുന്നു. ഞങ്ങളുടെ അനുഭവിച്ച